നമസ്കാരം, എല്ലാവർക്കും ജയമാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിടിയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു കോഴി ഇറച്ചിയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കാണാം. ആദ്യം നമുക്ക് പിടി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 3 വെളുത്തുള്ളി അല്ലി, അപ്പോൾ വെളുത്തുള്ളി വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ 5-6 ചെറിയ ഉള്ളി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജീരകം കൂടെ എടുത്ത് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. എന്നിട്ടതൊന്ന് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം. തേങ്ങയുടെ പാലൊക്കെ ഈ മാവിൽ നന്നായിട്ടൊന്ന് ഇറങ്ങണം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടങ്ങ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചൂടായത് നമുക്ക് ഉടനെ തന്നെ നമുക്കൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റണം. നമ്മൾ ഏത് പാത്രത്തിലാണോ കുഴയ്ക്കാനുള്ള ആ പാത്രത്തിലോട്ട് മാറ്റണം. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കാം വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിലോട്ട് 2.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് മാവാണ് എടുത്തേക്കുന്നത്. ആ കപ്പിൽ ഞാൻ 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ജീരകവും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ചതച്ചെടുത്തില്ലേ, അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മാവിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വരണം. ഇനി ആ വെട്ടി തിളച്ച് വന്ന വെള്ളം ഈ മാവിലോട്ട് ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചട്ടുകോ ഒരു തവിയോ വെച്ച് ഇതേപോലെ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഈ സമയത്ത് മാവ് നല്ല ചൂടാണ്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കില്ലേ, അപ്പോൾ അതേപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ ഈ മാവ് ഒന്നും കൂടെ കൈവച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇനി നമുക്ക് ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം കുഴച്ച് വെച്ചേക്കുന്ന മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതേപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. അങ്ങനെ ഇതേപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. അങ്ങനെ ഞാൻ കുഞ്ഞു ഉരുളകളായിട്ട് ഇത് ഒത്തിരി സമയം എടുക്കണം കേട്ടോ, ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുട്ടി വെച്ചേക്കുന്നതിന് 2-3 ഉരുള എടുത്ത് മാറ്റും. പിടി ഉണ്ടാക്കുന്ന സമയത്തൊന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാനാണ്. ഇനി നമുക്കൊരു കടായിലോട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ജീരകവും പിന്നെ ഉള്ളി എല്ലാം കൂടെ ഇട്ട് തിളപ്പിച്ച വെള്ളമില്ലേ നേരത്തെ മാവ് കുഴയ്ക്കാൻ വേണ്ടി, അതിൻ്റെ ബാക്കിയൊന്ന് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലോട്ട് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു നല്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തത് 1 ഗ്ലാസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴും നമ്മൾ ഈ പിടി ഉരുട്ടി വെച്ചേക്കുന്ന പിടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ തമ്മിൽ ഒട്ടാതെ നല്ലപോലെ വെന്ത് വരുള്ളൂ. എന്നിട്ട് ഇത് നല്ലപോലെ വെന്ത് വരണം. നമ്മൾ ഈ പിടി ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കരുത്, എല്ലാം കൂടെ കലങ്ങിപ്പോകും. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നന്നായിട്ട് ഇളക്കി കൊടുക്കാവൂ. ഇനി നമ്മൾ ആ മാറ്റി വെച്ചേക്കുന്ന ഉരുള കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ പിടി ഒന്ന് കുറുകി വരാൻ വേണ്ടിയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ പിടി ഉണ്ടാക്കുമ്പോൾ ഇത് നല്ല തിക്കാറ്റ് വരണമെങ്കിൽ നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്നതിന് ഒരു 3-4 ഉരുള എടുത്ത് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ കുറേ നേരം നമ്മളിതിട്ട് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പം ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പിടി ഒക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ തണുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് പിടി കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഇതിലൂടെ കഴിക്കാൻ വേണ്ടി ഒരു ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് സവാളയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും ഇത്തിരി ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചതച്ചതാണ് ചേർത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പം പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓരോരുത്തരുടെ എരിവ് എത്രയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇതിലോട്ടിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഉള്ളിയും മസാലയും എല്ലാം കൂടെ ചിക്കനിൽ നല്ലപോലെ ഒന്ന് പെരണ്ട് വരണം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് 1 ടീസ്പൂൺ
കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് ഇത് വേകാനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് അടച്ച് വേവിക്കണം. അപ്പോൾ ഒരു മൂടി കൊണ്ട് അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇത് പിന്നും ഒന്ന് അടപ്പ് മൂടി മാറ്റി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നല്ലൊരു ചിക്കൻ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിടിയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു ചിക്കൻ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.